പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, നമ്മളുടെ 50 വീഡിയോയും കഴിഞ്ഞു. അതിൻ്റെ എക്സിബിഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടി. അവസാനമായപ്പോഴേക്ക് എനിക്ക് റെഗുലറായത് ചെയ്യാൻ കഴിഞ്ഞില്ല. 38 വീഡിയോകൾ വരെയുള്ളത് മാത്രമാണ് ചെയ്തിരുന്നത്. ക്ഷമിക്കുക. അതിനിടയ്ക്ക് എനിക്കൊരു വാക്സിൻ എടുക്കലുണ്ടായി. ആ വാക്സിൻ എടുത്തപ്പോൾ ഒരാഴ്ചത്തോളം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കിടപ്പിലായി. അതിനാൽ തന്നെ അതുവരെ ചെയ്തിരുന്ന എല്ലാ ജോലികളും മുടങ്ങുകയും ഈ ചെറിയ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും കഴിയാതെ ആവുകയും ചെയ്തു. അപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തുകൊണ്ട് തന്നെ റെഗുലർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ എനിക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ആ ഒരു ബ്ലോക്ക് തന്നെയാണ് ജീവിതത്തിൽ. പല കാര്യങ്ങളും എനിക്ക് ചെയ്ത് മുഴുമിക്കാൻ കഴിയാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒപ്പം നിൽക്കണം. നമ്മൾ ഇനിയും നല്ല വീഡിയോകൾ ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കുറേ വീഡിയോകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എഡിറ്റ് ചെയ്യാനിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ക്ലാസ് ഉണ്ട്, അതുകൂടാതെ മറ്റു കമ്പനികൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതെല്ലാം ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇതിനു വേണ്ടി എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യണം. ക്ലാസ് വീഡിയോകളും ചെറിയ വീഡിയോകളും എല്ലാം ചെയ്യണം. എല്ലാവരും ഒപ്പം നിൽക്കണം. നിങ്ങൾ വീഡിയോ കാണുക മാത്രമാണല്ലോ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ചലഞ്ചിൻ്റെ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. എന്തായാലും നിങ്ങൾ കാണാനെങ്കിലും ശ്രമിക്കുക. ഇതുവരെ നിങ്ങൾ തുടർന്നു പോകുന്ന അത് നിർത്താതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്ക് നിർത്തേണ്ടി വരും. പക്ഷേ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരാൻ കൂടി കഴിയണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയും കാണണം. ഈ എക്സിബിഷൻ മുഴുവനായി കാണുക. ഇതുവരെ എൻ്റെ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സദയം ക്ഷമിക്കുക. വീണ്ടും കാണാം.